അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ദോശമാവൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രണ്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതെന്ന് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടറൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഓയിലോ നെയ്യോ ഒക്കെ തേച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ദോശമാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം കനത്തിൽ തന്നെ ദോശമാവ് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് കനം കുറച്ചിട്ട് ഒഴിക്കരുത് കേട്ടോ. കുറച്ച് കട്ടിയിൽ ഒഴിച്ച് കൊടുക്കുക. ദോശമാവായതുകൊണ്ട് തന്നെ വേവുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഉള്ളി ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ക്യാപ്സിക്കും കൂടെ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തക്കാളി, നിങ്ങൾക്ക് ഇതിൽ ക്യാരറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കാം. മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ചേർക്കാം. അതുപോലെ ചിക്കനോ ബീഫോ ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. ഈ ടൊമാറ്റോ സോസിന് പകരം നിങ്ങൾക്ക് പിസ്സ സോസൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് അങ്ങനെ ചേർക്കുകയാണെങ്കിൽ അതും ചെയ്യാം. അപ്പോഴൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് കുറച്ച് ക്രീം ചീസാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മയോണൈസോ മൊസറല്ല ചീസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ വീട്ടിലെപ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കോഴിമുട്ടയുടെ വെള്ളയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ ഞാൻ മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ആ വെള്ളം മാത്രം ഒന്ന് എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുട്ട മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ കുരുമുളക് നിങ്ങൾക്ക് അളവൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെജിറ്റബിൾസും കൂടെ നമുക്ക് ബാക്കിയുള്ളത് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ നമുക്ക് ചേർത്തിട്ട് ചെയ്യാം. അതുപോലെ വലിയവരാണെങ്കിൽ ഒരുപാട് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് സോസൊക്കെ ചേർത്തിട്ടൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്കിത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ടൈമൊന്നും വെച്ചിട്ടല്ല ഞാൻ വേവിച്ചിട്ടുള്ളത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുക വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അടിയൊന്നും ഒരുപാടൊന്നും കരിഞ്ഞിട്ടില്ല. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിസ്സേൻ്റെ ആ ഒരു തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിസ്സേൻ്റെ അത്ര ഇതല്ലല്ലോ, ഹെൽത്തി ആയിട്ടുള്ള ഒരു പിസ്സ തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ ബേസ് മറ്റേത് പിസ്സ ആകുമ്പോൾ മൈദയൊക്കെ അല്ലേ, ഇതാകുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാം. ഇനി അടുത്ത് നമ്മൾ ഇതുപോലെ ഒരു പാനിൽ ഒരു 2 ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം കേട്ടോ. നമ്മൾ വൈറ്റ് ഷുഗർ അത്ര ഹെൽത്തി ഒന്നുമല്ല. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്താൽ മതി. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലൊന്നും ബ്രൗൺ ഷുഗർ ഒന്നും എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്താവുന്ന തിളച്ച് വരുന്ന സമയത്ത് ആപ്പിളിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങി വരും. അതും ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പട്ട പൊടിച്ചത് ചേർക്കുന്നത്. പട്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ഫൈൻ പൗഡർ തന്നെ നമുക്ക് കിട്ടും. തരി ഇല്ലാണ്ട് പൊടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ സിനമൺ പൗഡർ നമുക്ക് വാങ്ങിക്കാനും കിട്ടും. അതിപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ചെയ്താൽ മതി. സിനമൺ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആപ്പിളിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് സമയം കുക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ആപ്പിളും സിനമണും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമ്മൾ പാന് വീണ്ടും വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർക്കണില്ല. പാനിൽ നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആപ്പിളിൻ്റെ ആ ഒരു സ്ലൈസസ് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തൊടുന്നത് കേട്ടോ. എന്താ വെച്ചാൽ പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് മാത്രം നമ്മൾ കൈ വെച്ചിട്ട് തൊടുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മുകളിൽ വെച്ച് കൊടുക്കുക. ഒരുപാട് താഴ്ന്നു പോകാതെ
മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ആദ്യം നിങ്ങൾ മാവ് ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ആപ്പിളിൻ്റെ എല്ലാതും നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ജാമൊക്കെ കൂട്ടി കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ജാമിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ ചേർക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.